ഹലോ, എല്ലാവർക്കും നമസ്കാരം. ഇന്നത്തെ വീഡിയോയിലും നമ്മൾ ഡെയിലി യൂസ് ചെയ്യുന്ന കുറച്ച് മലയാളം സെൻറ്റൻസസ് എങ്ങനെയാണ് ഇംഗ്ലീഷിൽ പറയുന്നത് എന്നാണ് നോക്കുന്നത്. സോ ഈ വീഡിയോ അവസാനം വരെ കണ്ടിട്ട് ഇഷ്ടപ്പെട്ടെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്തതിനെ ഒന്ന് അറിയിക്കുക. നിങ്ങൾ ഇങ്ങനെ പറയുന്ന കേട്ടിട്ടില്ലേ, നിനക്ക് നഷ്ടപ്പെടാനൊന്നുമില്ല പക്ഷേ നേടാൻ ഒരുപാടുണ്ട്. ഇതെങ്ങനെയാണ് ഇംഗ്ലീഷിൽ പറയുന്നത്? യു ഹാവ് നത്തിങ് ടു ലൂസ് ബട്ട് എ ലോട്ട് ടു ഗെയിൻ. You have nothing to lose but a lot to gain. Nothing to lose എന്ന് പറഞ്ഞാൽ നഷ്ടപ്പെടാൻ ഒന്നുമില്ല എന്നാണ്. A lot to gain എന്ന് പറഞ്ഞാൽ നേടാൻ ഒരുപാടുണ്ട് എന്നാണ്. നമ്മൾ സാധാരണ എക്സാമിൻ്റെ സമയത്ത് നന്നായിട്ട് സീരിയസ് ആയിട്ടിരുന്ന് പഠിക്കുമല്ലേ. അപ്പം അങ്ങനെ പഠിക്കുന്നതിന് നമുക്ക് യൂസ് ചെയ്യാവുന്ന ഒരു ഫ്രേസാണ് ഹിറ്റ് ദ ബുക്സ്. അപ്പോൾ ഇതെങ്ങനെ നിങ്ങൾ ഇംഗ്ലീഷിൽ പറയും? എനിക്ക് ഇന്ന് രാത്രി പുറത്തു പോകാൻ കഴിയില്ല, എനിക്ക് പഠിക്കണം എന്ന് പറയണം. ഐ കാൺട്ട് ഗോ ഔട്ട് ടുനൈറ്റ്, ഐ നീഡ് ടു ഹിറ്റ് ദ ബുക്സ്. ഐ കാൺട്ട് ഗോ ഔട്ട് ടുനൈറ്റ്, ഐ നീഡ് ടു ഹിറ്റ് ദ ബുക്സ്. ടുനൈറ്റ് എന്ന് പറഞ്ഞാൽ ഇന്ന് രാത്രി എന്നാണ്. അപ്പം ഐ കാൺട്ട് ഗോ ഔട്ട് ടുനൈറ്റ് എന്ന് പറഞ്ഞാൽ എനിക്ക് ഇന്ന് രാത്രി പുറത്തു പോകാൻ കഴിയില്ല എന്നാണ്. ഐ നീഡ് ടു ഹിറ്റ് ദ ബുക്സ് എന്ന് പറഞ്ഞാൽ എനിക്ക് പഠിക്കണം. അപ്പോൾ ഇവിടെ വളരെ സീരിയസ് ആയിട്ട് പഠിക്കണം അല്ലേ. അപ്പം അതിനാണ് ഐ നീഡ് ടു ഹിറ്റ് ദ ബുക്സ് എന്ന് പറഞ്ഞത്. ചില ആളുകൾ രാവിലെ ഒത്തിരി ലേറ്റായിട്ടായിരിക്കും എണീക്കുന്നത്. അവർക്ക് പറയുന്ന പേരാണ് ലേറ്റ് റൈസർ. അപ്പം അവൻ രാവിലെ എഴുന്നേൽക്കുന്ന ശീലമില്ലാത്ത ആളാണ് എന്ന് പറയാൻ ഹീ ഈസ് എ ലേറ്റ് റൈസർ എന്ന് പറഞ്ഞാൽ മതി. ഹീ ഈസ് എ ലേറ്റ് റൈസർ എന്ന് പറഞ്ഞാൽ അവൻ വളരെ ലേറ്റായിട്ട് എണീക്കുന്ന ഒരാളാണ് എന്നാണ് മീനിങ്. ഹീ ഈസ് എ ലേറ്റ് റൈസർ. ഇതേപോലെ തന്നെ ചില ആൾക്കാർ ഇപ്പം ക്ലാസ് ഉണ്ടെങ്കിലും ഇല്ലെങ്കിലും ഒക്കെ അതിരാവിലെ എണീക്കും. അങ്ങനെയുള്ളവരെ ഏർലി റൈസർ എന്നാണ് പറയുന്നത്. അപ്പം അവനൊരു നേരത്തെ എണീക്കുന്ന ശീലമുള്ള ഒരാളാണ് എന്ന് പറയാൻ ഹീ ഈസ് ആൻ ഏർലി റൈസർ എന്ന് പറഞ്ഞാൽ മതി. ഹീ ഈസ് ആൻ ഏർലി റൈസർ. അടുത്തത്, ഞാൻ എൻ്റെ ID കാർഡുകൾ കൊണ്ടുപോകേണ്ടതുണ്ടോ എന്ന് ചോദിക്കണം. ഡു ഐ ഹാവ് ടു ക്യാരി മൈ ID കാർഡ്സ്? ഡു ഐ ഹാവ് ടു ക്യാരി മൈ ID കാർഡ്സ്? ഡു ഐ ഹാവ് ടു എന്ന് പറഞ്ഞാൽ ഞാനത് ചെയ്യേണ്ടതുണ്ടോ എന്നുള്ള മീനിങ് ആണ്. ക്യാരി എന്ന് പറഞ്ഞാൽ കൊണ്ടുപോവുക. അപ്പം ഞാൻ എൻ്റെ ID കാർഡുകൾ കൊണ്ടുപോകേണ്ടതുണ്ടോ എന്ന് ചോദിക്കാനാണ് ഡു ഐ ഹാവ് ടു ക്യാരി മൈ ID കാർഡ്സ് എന്ന് ചോദിക്കുന്നത്. അടുത്തത്, നിങ്ങൾ ഫ്രീ ആണെങ്കിൽ എന്നെ അറിയിക്കൂ എന്ന് പറയണം. ലെറ്റ് മീ നോ ഇഫ് യു ആർ ഫ്രീ. ലെറ്റ് മീ നോ ഇഫ് യു ആർ ഫ്രീ. ഇഫ് യു ആർ ഫ്രീ എന്ന് പറഞ്ഞാൽ നീ ഫ്രീ ആണെങ്കിൽ എന്നാണ്. ലെറ്റ് മീ നോ എന്ന് പറഞ്ഞാൽ എന്നെ അറിയിക്കൂ എന്നുള്ള അർത്ഥമാണ്. അപ്പം ലെറ്റ് മീ നോ ഇഫ് യു ആർ ഫ്രീ എന്ന് പറഞ്ഞാൽ നിങ്ങൾ ഫ്രീ ആണെങ്കിൽ എന്നെ അറിയിക്കൂ എന്നാണ് മീനിങ്. അടുത്തത്, നമ്മളിങ്ങനെ പറയത്തില്ലേ, നിൻ്റെ ദുശീലങ്ങളെല്ലാം നീ ഉപേക്ഷിക്കുക. അതെങ്ങനെയാണ് പറയുന്നത്? ഗിവ് അപ്പ് യുവർ ബാഡ് ഹാബിറ്റ്സ്. ഗിവ് അപ്പ് യുവർ ബാഡ് ഹാബിറ്റ്സ്. ബാഡ് ഹാബിറ്റ്സ് എന്ന് പറഞ്ഞാൽ ദുശീലങ്ങൾ. ഗിവ് അപ്പ് എന്ന് പറഞ്ഞാൽ വിട്ടുകളയുക അല്ലെങ്കിൽ ഉപേക്ഷിക്കുക എന്നാണ്. അപ്പം ഗിവ് അപ്പ് യുവർ ബാഡ് ഹാബിറ്റ്സ് എന്ന് പറഞ്ഞാൽ നിൻ്റെ ദുശീലങ്ങൾ ഉപേക്ഷിക്കുക എന്നാണ് മീനിങ്. അടുത്തത്, അവൻ്റെ ജോലിയിൽ അവൻ തൃപ്തനാണോ എന്ന് ചോദിക്കണം. ഈസ് ഹി സാറ്റിസ്ഫൈഡ് വിത്ത് ഹിസ് ജോബ്? ഈസ് ഹി സാറ്റിസ്ഫൈഡ് വിത്ത് ഹിസ് ജോബ്? സാറ്റിസ്ഫൈ എന്ന് പറഞ്ഞാൽ തൃപ്തിപ്പെടുക. അപ്പം അവൻ്റെ ജോലിയിൽ തൃപ്തനാണോ എന്ന് ചോദിക്കാനാണ് ഈസ് ഹി സാറ്റിസ്ഫൈഡ് വിത്ത് ഹിസ് ജോബ് എന്ന് പറയുന്നത്. നീ രാവിലെ എന്നെ വിളിച്ചുണർത്തുമോ എന്ന് ചോദിക്കണം. അതെങ്ങനെ ചോദിക്കും? വിൽ യു വേക്ക് മീ അപ്പ് ഇൻ ദ മോർണിംഗ്? വിൽ യു വേക്ക് മീ അപ്പ് ഇൻ ദ മോർണിംഗ്? വേക്ക് മീ അപ്പ് എന്ന് പറഞ്ഞാൽ എന്നെ വിളിച്ചുണർത്തുക എന്നാണ്. അപ്പം നീ എന്നെ രാവിലെ വിളിച്ചുണർത്തുമോ എന്ന് ചോദിക്കാനാണ് വിൽ യു വേക്ക് മീ അപ്പ് ഇൻ ദ മോർണിംഗ്. അടുത്തത്, റിസൾട്ടിനെ കുറിച്ച് ഓർത്ത് നിനക്ക് ആശങ്കയുണ്ടോ അല്ലെങ്കിൽ പേടിയുണ്ടോ എന്ന് ചോദിക്കണം. ആർ യു വറീഡ് അബൌട്ട് ദ റിസൾട്ട്? ആർ യു വറീഡ് അബൌട്ട് ദ റിസൾട്ട്? വറി എന്ന് പറഞ്ഞാൽ വിഷമിക്കുക അല്ലെങ്കിൽ ആശങ്കപ്പെടുക എന്നൊക്കെയാണ് മീനിങ്. അപ്പം നിങ്ങൾക്ക് റിസൾട്ടിനെ കുറിച്ച് ഓർത്ത് ആശങ്കയുണ്ടോ എന്ന് ചോദിക്കാനാണ് ആർ യു വറീഡ് അബൌട്ട് ദ റിസൾട്ട്. അടുത്തത്, നീ എന്താണ് ബസ്സിൽ കയറാഞ്ഞത്?
Why didn't you get on the bus? Why didn't you get on the bus? Get on the bus എന്ന് പറഞ്ഞാൽ ബസ്സിൽ കയറുക. അപ്പം ബസ്സിൽ കയറാഞ്ഞത് എന്തുകൊണ്ടാണ് എന്ന് ചോദിക്കാനാണ് why didn't you get on the bus? നമ്മൾ സാധാരണ അവധി ദിവസങ്ങളിൽ സാധാരണ കിടന്നുറങ്ങുന്ന സമയത്തേക്കാളും കൂടുതൽ കിടന്നുറങ്ങും അല്ലേ? അപ്പം അവിടെ യൂസ് ചെയ്യാവുന്ന ഒരു ഫ്രേസൽ വെർബാണ് സ്ലീപ്പിംഗ്. എന്ന് പറഞ്ഞാൽ നമ്മൾ സാധാരണ എണീക്കുന്ന ആ സമയത്തേക്കാളും കൂടുതലായിട്ട് കിടന്നുറങ്ങുക. ഒരു എക്സാമ്പിളായിട്ട് പറയുവാണെങ്കിൽ, ഞാൻ ശനിയാഴ്ചകളിൽ എന്നും കിടന്നുറങ്ങുന്നതിനേക്കാളും കൂടുതൽ സമയം കിടന്നുറങ്ങാറുണ്ട് എന്ന് പറയാൻ ഐ യൂഷ്വലി സ്ലീപ്പ് ഇൻ ഓൺ സാറ്റർഡേയ്സ് എന്ന് പറയാം. ഐ യൂഷ്വലി സ്ലീപ്പ് ഇൻ ഓൺ സാറ്റർഡേയ്സ്. അതിൻ്റെ മീനിങ് നമ്മൾ എന്നും കിടന്നുറങ്ങുന്നതിനേക്കാളും കൂടുതൽ സമയം ഉറങ്ങുക എന്നാണ് മീനിങ്. ഐ യൂഷ്വലി സ്ലീപ്പ് ഇൻ ഓൺ സാറ്റർഡേയ്സ്. ഇനി നമ്മൾ ഇപ്പോൾ ഓഫീസിൽ പോകാൻ ഇത്ര മണിക്ക് എഴുന്നേറ്റാലാണ് റെഡി ആയിട്ട് നമുക്ക് പോകാൻ പറ്റുള്ളൂ നമുക്കറിയാം. പക്ഷെ നമ്മൾ അറിയാതെ ഉറങ്ങിപ്പോയെന്ന് വെച്ചോ, അപ്പോൾ അതുകൊണ്ട് എനിക്ക് ബസ് കിട്ടിയില്ല എന്ന് പറയണമെങ്കിൽ അവിടെ നമുക്ക് ഓവർ സ്ലെപ്റ്റ് എന്ന് പറയാം. ഐ മിസ്ഡ് ദ ബസ് ബിക്കോസ് ഐ ഓവർ സ്ലെപ്റ്റ്. ഞാൻ അമിതമായി ഉറങ്ങിയതിനാൽ എനിക്ക് ബസ് നഷ്ടമായി. ഐ മിസ്ഡ് ദ ബസ് ബിക്കോസ് ഐ ഓവർ സ്ലെപ്റ്റ്. സോ നമ്മൾ അറിഞ്ഞുകൊണ്ട് ഉറങ്ങുകയാണെങ്കിൽ നമുക്ക് സ്ലീപ്പ് ഇൻ എന്ന് പറയാം. ഇനി അറിയാതെ ഉറങ്ങിപ്പോയാൽ ഓവർ സ്ലെപ്റ്റ് എന്ന് പറയാം. അടുത്തത്, നമ്മൾ സാധാരണ വൈകുന്നേരമൊക്കെ ആകുമ്പം സൂര്യൻ അസ്തമിച്ച് കഴിയുമ്പോഴത്തേക്ക് പതുക്കെ ഇരുട്ട് വീണു തുടങ്ങും അല്ലേ? അപ്പം അന്നേരം നമ്മൾ പറയുന്നത് ഇറ്റ്സ് ഗെറ്റിംഗ് ഡാർക്ക് എന്നാണ്. അതായത് വെളിച്ചം മാറി ഇരുട്ടാകുക, ഇറ്റ്സ് ഗെറ്റിംഗ് ഡാർക്ക്. പക്ഷേ കുറച്ചും കൂടി കഴിയുമ്പം ഭയങ്കരമായിട്ട് ഇരുട്ടുമല്ലോ, ആ സമയത്ത് നമ്മൾ പറയുന്നത് ഇറ്റ്സ് ഗെറ്റിംഗ് ഡാർക്കർ എന്നാണ്. ഇറ്റ്സ് ഗെറ്റിംഗ് ഡാർക്കർ, അതായത് ഇരുട്ടി തുടങ്ങിയിരിക്കുന്നു. കഴിഞ്ഞ ദിവസം എൻ്റെ ഒരു സബ്സ്ക്രൈബർ ഒരു ഡൗട്ട് ചോദിച്ചിരുന്നു, ആകാംക്ഷയുടെ മുൾമുനയിൽ ഇതിൻ്റെ ഇംഗ്ലീഷ് എന്താണെന്ന്. സോ ആ സമയത്ത് എനിക്ക് അതിൻ്റെ റിപ്ലൈ കൊടുക്കാൻ പറ്റിയില്ല. ആകാംക്ഷയുടെ മുൾമുനയിൽ എന്ന് പറയാൻ വേണ്ടി നമുക്ക് യൂസ് ചെയ്യാവുന്ന ഒരു ഫ്രേസാണ് ഓൺ ദ എഡ്ജ് ഓഫ് വൺ സീറ്റ്. ഓൺ ദ എഡ്ജ് ഓഫ് വൺസ് സീറ്റ് എന്ന് പറഞ്ഞാൽ ഇനി എന്താണ് സംഭവിക്കാൻ പോകുന്നത് എന്ന് വളരെ ആകാംക്ഷയോടുകൂടി കാണുകയോ കേൾക്കുകയോ ചെയ്യുന്നതിനാണ് നമ്മൾ ഓൺ ദ എഡ്ജ് ഓഫ് വൺ സീറ്റ് എന്ന് പറയുന്നത്. ഒരു എക്സാമ്പിൾ പറയുവാണെങ്കിൽ, അത് കാണികളെ ആകാംക്ഷയുടെ മുൾമുനയിൽ നിർത്തുന്ന ഒരു ത്രില്ലിംഗ് മൂവി ആണ് എന്ന് പറയണം. ഇറ്റ്സ് എ ത്രില്ലിംഗ് മൂവി ദാറ്റ് കീപ്സ് ദ ഓഡിയൻസസ് ഓൺ ദ എഡ്ജ് ഓഫ് ദ സീറ്റ്സ്. ഇറ്റ്സ് എ ത്രില്ലിംഗ് മൂവി ദാറ്റ് കീപ്സ് ദ ഓഡിയൻസസ് ഓൺ ദ എഡ്ജ് ഓഫ് ദ സീറ്റ്സ്. ത്രില്ലിംഗ് മൂവി എന്ന് പറഞ്ഞാൽ വളരെ ആവേശകരമായിട്ടുള്ള ഒരു സിനിമ എന്നാണ്. ദാറ്റ് കീപ്സ് ദ ഓഡിയൻസസ് ഓൺ ദ എഡ്ജ് ഓഫ് ദർ സീറ്റ്സ് എന്ന് പറഞ്ഞാൽ കാണികളെ ഇനി എന്താണ് സംഭവിക്കാൻ പോകുന്നത് എന്നൊരു ആകാംക്ഷ ഉണ്ടാക്കത്തില്ലേ, അങ്ങനെ നിർത്തുന്ന ഒരു ത്രില്ലിംഗ് മൂവിയാണ് ഇത് എന്നാണ് പറയുന്നത്. ഇറ്റ്സ് എ ത്രില്ലിംഗ് മൂവി ദാറ്റ് കീപ്സ് ദ ഓഡിയൻസസ് ഓൺ ദ എഡ്ജ് ഓഫ് ദർ സീറ്റ്സ്. അടുത്തത്, ഈ ഡ്രസ്സ് നിനക്ക് നന്നായിട്ട് ചേരുന്നുണ്ട്. ദിസ് ഡ്രസ് സ്യൂട്ട്സ് യു വെൽ. ദിസ് ഡ്രസ് സ്യൂട്ട്സ് യു വെൽ എന്ന് പറഞ്ഞാൽ ഈ ഡ്രസ്സ് നീ ഇട്ടിട്ട് നിനക്ക് നല്ല ഭംഗിയുണ്ട് എന്നാണ് അർത്ഥം. ദിസ് ഡ്രസ് സ്യൂട്ട്സ് യു വെൽ. ഇനി ഈ ഡ്രസ്സ് എനിക്ക് പാകമാണ്, അതായത് അതിൻ്റെ സൈസ് എനിക്ക് കറക്റ്റാണ് എന്ന് പറയണം. അതെങ്ങനെ പറയും? ദിസ് ഡ്രസ് ഫിറ്റ്സ് മീ വെൽ. ദിസ് ഡ്രസ് ഫിറ്റ്സ് മീ വെൽ. ഫിറ്റ് ആകുക എന്ന് പറഞ്ഞാൽ അത് കറക്റ്റ് സൈസ് ആകുക എന്നാണ്. സ്യൂട്ട് എന്ന് പറഞ്ഞാൽ നന്നായിട്ട് ചേരുക എന്നാണ്. സോ ദിസ് ഡ്രസ് സ്യൂട്ട്സ് യു വെൽ എന്ന് പറഞ്ഞാൽ ഇത് നിനക്ക് നന്നായിട്ട് ചേരുന്നുണ്ട് എന്നാണ്. ഇനി ദിസ് ഡ്രസ് ഫിറ്റ്സ് മീ വെൽ എന്ന് പറഞ്ഞാൽ ഇതെനിക്ക് കറക്റ്റ് സൈസ്, അതായത് പാകമാണ് എന്നാണ് അർത്ഥം. ഇനി നമ്മൾ ഫുഡ് കഴിച്ചുകൊണ്ടിരിക്കുമ്പം കഴിച്ച് തീരുന്നതിന് മുമ്പായിട്ട് ആരെങ്കിലും ഇനി വേണോ എന്ന് ചോദിച്ചാൽ നമ്മൾ പറയത്തില്ലേ, എൻ്റെ പ്ലേറ്റിൽ ഒരുപാടുണ്ട് എന്ന് പറയത്തില്ലേ? അതെങ്ങനെയാണ് പറയുന്നത്? ഐ ഹാവ് എ ലോട്ട് ഓൺ മൈ പ്ലേറ്റ്. ഐ ഹാവ് എ ലോട്ട് ഓൺ മൈ പ്ലേറ്റ്. അതായത് എൻ്റെ പ്ലേറ്റിൽ ഇനിയും കുറേ ഫുഡുണ്ട് എന്നാണ് മീനിങ്. ഐ ഹാവ് എ ലോട്ട് ഓൺ മൈ പ്ലേറ്റ്. എന്തെങ്കിലും വേണ്ട ഒരു സാധനം തറയിൽ കിടക്കുവാണെങ്കിൽ നമ്മൾ ചോദിക്കത്തില്ലേ, ഇതെന്താണ് തറയിൽ കിടക്കുന്നത് എന്ന് നമ്മൾ ചോദിക്കത്തില്ലേ? അപ്പം അതെങ്ങനെയാണ് ചോദിക്കുന്നത്? വൈ ഈസ് ദിസ് ലയിങ് ഓൺ ദ ഫ്ലോർ? വൈ ഈസ് ദിസ് ലയിങ് ഓൺ ദ ഫ്ലോർ? ലയിങ് ഓൺ ദ ഫ്ലോർ എന്ന് പറഞ്ഞാൽ തറയിൽ കിടക്കുക എന്നാണ്. അപ്പം ഇതെന്താണ് തറയിൽ കിടക്കുന്നത് എന്ന് ചോദിക്കാനാണ് വൈ ഈസ് ദിസ് ലയിങ് ഓൺ ദ ഫ്ലോർ. അടുത്തത്, നിന്റെ മുടി നരച്ചിരിക്കുന്നു.
യുവർ ഹെയർ ഇസ് ടേണിംഗ് ഗ്രേ. യുവർ ഹെയർ ഇസ് ടേണിംഗ് ഗ്രേ അല്ലെങ്കിൽ ടേണിംഗ് വൈറ്റ് എന്നും പറയാം. യുവർ ഹെയർ ഇസ് ടേണിംഗ് ഗ്രേ അല്ലെങ്കിൽ യുവർ ഹെയർ ഇസ് ടേണിംഗ് വൈറ്റ്. ഹെയർ എന്ന് പറഞ്ഞാൽ മുടി, ഗ്രേ എന്ന് പറഞ്ഞാൽ ചാരനിറം എന്നാണ്. അപ്പം യുവർ ഹെയർ ഇസ് ടേണിംഗ് ഗ്രേ എന്ന് പറഞ്ഞാൽ നിൻ്റെ മുടി നരച്ചിരിക്കുന്നു എന്നാണ്. ഇനി എന്തെങ്കിലുമൊക്കെ ഓഫർ വരുമ്പം ചില സാധനങ്ങളുടെ വില ഒറിജിനൽ പ്രൈസിനേക്കാളും കുറച്ച് കൊടുക്കത്തില്ലേ? അപ്പം അതിന് പറയാവുന്ന ഒരു ഫ്രേസാണ് മാർക്ക്ഡ് ഡൗൺ. അപ്പം ഈ ഷർട്ടിൻ്റെ വില ശരിക്കും 2000 ആണ്, അത് 1000 രൂപയിലോട്ട് കുറച്ചു. അപ്പം അതെങ്ങനെ പറയും? ദിസ് ഷർട്ട് ഈസ് മാർക്ക്ഡ് ഡൗൺ ഫ്രം 2000 to 1000 എന്ന് പറഞ്ഞാൽ ഈ ഷർട്ടിൻ്റെ വില കുറച്ചു എന്നാണ് മീനിങ്. 2000 നിന്ന് 1000 ആക്കി കുറച്ചു എന്നാണ് മീനിങ്. ദിസ് ഷർട്ട് ഈസ് മാർക്ക്ഡ് ഡൗൺ ഫ്രം 2000 to 1000 rupees. സോ ഈ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്പെട്ടെന്ന് കരുതുന്നു. ഇഷ്ടപ്പെട്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക. കൂടുതൽ വീഡിയോസ് ലഭിക്കുന്നതിനായിട്ട് ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. സോ പുതിയൊരു ടോപ്പിക്കുമായിട്ട് നമുക്ക് അടുത്ത ക്ലാസ്സിൽ കാണാം. താങ്ക് യു ആൻഡ് സ്റ്റേ സേഫ്.